കൊല്ലം RK ഗ്രൂപ്പിന്റെ പങ്കാളികളായ ജെ സത്യനും പ്രസന്ന ചന്ദ്രിക സത്യനും ചലച്ചിത്ര നടനും നാടക നടനുമായ KPSC ലീലാകൃഷ്ണനും സമുദ്രതീരം മതേതര വയോജന കേന്ദ്രം സന്ദർശിച്ചു. കോട്ടാത്തല ശ്രീകുമാർ സ്വാഗതം ചെയ്തു. തുടർന്ന് KPSC ലീലാകൃഷ്ണൻ, ജെ സത്യൻ, പ്രസന്ന ചന്ദ്രിക സത്യൻ, കവി എഴുകോൺ സന്തോഷ് തുടങ്ങിയവർ സംസാരിച്ചു. സത്യധർമാദി സദ്ഗുണങ്ങള ജീവിതം ധന്യമാക്കണം. ബുദ്ധനും മഹാവിഷ്ണുവും യേശുക്രിസ്തുവും നബിയല്ലാഹും. പ്രവർത്തനം ആരംഭിച്ചിട്ട് 5 വർഷം പൂർത്തിയായിട്ടില്ല. വരുന്ന ഡിസംബറോടുകൂടിയേ 5 വർഷമാവുകയുള്ളൂ. ഇപ്പോഴിവിടെ 41 അച്ഛനമ്മമാർ താമസിക്കുന്നുണ്ട്. അതിൽ വിവിധ അസുഖങ്ങളുള്ളവരുണ്ട്. ഈ സ്ഥാപനം തുടങ്ങി ഈ 4.5 വർഷത്തിനകത്ത് ഏതാണ്ട് 400-ലധികം അപേക്ഷകളാണ് ഇവിടെ ലഭിച്ചത്. എൻ്റെ അച്ഛനെ സംരക്ഷിക്കണം, എൻ്റെ അമ്മയെ സംരക്ഷിക്കണം, അപ്പൂപ്പനെ സംരക്ഷിക്കണം, അമ്മൂമ്മയെ സംരക്ഷിക്കണം, അമ്മായിയമ്മയെ സംരക്ഷിക്കണം തുടങ്ങി അത്തരം അപേക്ഷ കൊണ്ടുവരുവാനും ഇവിടെ വന്ന് വർത്തമാനം പറയുവാനും ഈ മക്കൾക്കാർക്കും ഒരു നാണക്കേടും ഇല്ല എന്നതാണ് പുതിയ ജീവിത സാഹചര്യത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഈ സംസ്ഥാനത്ത് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് 987 അഭയകേന്ദ്രങ്ങൾ സർക്കാരിൻ്റെ അനുമതിയോടുകൂടി പ്രവർത്തിക്കുന്നുണ്ട്. അനുമതിയില്ലാതെ പ്രവർത്തിക്കുന്ന അഭയകേന്ദ്രങ്ങളുമുണ്ട്. ഇവിടെയെല്ലാമായി 100,000-ലധികം ആളുകൾ ഇങ്ങനെ താമസിച്ചു വരികയാണ്. അതുകൊണ്ട് തന്നെ മുൻപ് ഒരു 10 വർഷം മുൻപൊക്കെ നമുക്ക് പലയിടങ്ങളിലും പല ജംഗ്ഷനുകളിലും ക്ഷേത്രങ്ങളിലുമൊക്കെ ചെല്ലുമ്പോൾ പലരെയും നമുക്കൊക്കെ മുന്നിൽ കാണാൻ കഴിയുമായിരുന്നു. നമ്മളോട് ഭിക്ഷയാചിച്ചും മറ്റുമൊക്കെ ഉണ്ടായിരുന്ന ആളുകളൊക്കെ അഭയകേന്ദ്രങ്ങളിൽ ഇപ്പോൾ സന്തോഷത്തോടുകൂടി 3 നേരവും 4 നേരവും ഭക്ഷണവും കഴിച്ച് നല്ല വസ്ത്രവും എടുത്ത് സുമനസ്സുകളുടെ സഹായത്തോടു കൂടി അവരെല്ലാം നന്നായി ജീവിക്കുകയാണ്. ഈ 987 അഭയകേന്ദ്രങ്ങളും പ്രവർത്തിക്കുമ്പോഴും അതിൽ ചിലതൊക്കെ കള്ളനാണയങ്ങളാണെന്ന് പറയാതിരിക്കുവാനും കഴിയുകയില്ല. ഞാനൊരു മാധ്യമ പ്രവർത്തകനായതുകൊണ്ടാണ് എനിക്കങ്ങനെ പറയാൻ കഴിയുന്നത്. കാരണം ഞാനിവിടെ എല്ലാം സന്ദർശിക്കുന്ന ഒരാളാണ്. പലയിടത്തും ഇതൊരു ബിസിനസ്സാണ്. എന്നാൽ ഇവിടെ ഞാൻ കണ്ടുവരുന്നത്, ഞാനിവിടുത്തുകാരനല്ല, കൊട്ടാരക്കരയ്ക്കടുത്ത് കൊട്ടാത്തല എന്ന സ്ഥലത്തു നിന്നും ഇവിടെ ഇത്തരം പരിപാടികളൊക്കെ നടക്കുമ്പോൾ ഓടിയെത്തുന്നത് ഇവിടെ കണ്ടിട്ടുള്ള നന്മ അത് കാപഢ്യമില്ലാത്ത നന്മയാണെന്ന്, കളങ്കമില്ലാത്തതാണെന്ന് തിരിച്ചറിഞ്ഞതിൻ്റെ പേരിൽ മാത്രമാണ് ഇത്ര ദൂരം പിന്നിട്ടിട്ടും മറ്റു തിരക്കുകളെല്ലാം മാറ്റിവെച്ചിട്ടും ഇവിടേക്ക് പലപ്പോഴും ഓടിയെത്തുന്നത്. അത് റൂവൽ സിംഗ് എന്നൊരു വ്യക്തി നടത്തുന്ന ഒരു സ്ഥാപനം എന്നതുകൊണ്ട് മാത്രമല്ല. റൂവൽ സിംഗിന് പിന്നിലായി ഈ നാടിൻ്റെ സുമനസ്സുകളെല്ലാം കരുതലോടുകൂടി ചേർന്ന് നിൽക്കുന്നുമുണ്ട്. അതൊരു ട്രസ്റ്റായി അല്ലെങ്കിൽ വിവിധങ്ങളായ സംഘടനകളായി ഒക്കെ ഇതിനൊപ്പം ചേർന്ന് നിൽക്കുകയാണ്. ഇപ്പോൾ 2 മാസം മുൻപ് തുടങ്ങിയ സമുദ്ര സാംസ്കാരിക കേന്ദ്രം ഇതിനകം ഒട്ടനവധിയായ പരിപാടികൾ നടത്തി. കഴിഞ്ഞ ദിവസവും മാതൃഭാഷ അവാർഡ് വിതരണം ഇവിടെ വെച്ചുണ്ടായിരുന്നു. മുൻ ചീഫ് സെക്രട്ടറി ശ്രീ K. ജയകുമാർ IAS അടക്കമുള്ളവർ പങ്കെടുത്ത, PC വിഷ്ണുനാഥ് അടക്കം MLA അടക്കം പങ്കെടുത്ത വലിയ ചടങ്ങ് ഇവിടെ നടന്നതാണ്. ആ നിലയിൽ ദിവസവും ഓരോ പരിപാടികൾ സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുകയുമാണ്. റൂവൽ സിംഗ് എന്ന വ്യക്തി ഒരു സുപ്രഭാതത്തിൽ ഈ നാട്ടിലേക്ക് വന്ന ഒരാളല്ല. പേര് കേൾക്കുമ്പോൾ സിംഗ് എന്നൊക്കെ ഉണ്ടെങ്കിലും അദ്ദേഹം ഈ നാട്ടിൽ ജനിച്ചു വളർന്ന ആളാണ്. പുറകിലിരിപ്പുണ്ട് അമ്മ. ആ അമ്മ അച്ഛൻ ഉപേക്ഷിച്ച് പോയ കുടുംബത്തിലെ 2 മക്കളെ പോറ്റാനായി നന്നായി കഷ്ടപ്പെട്ട് രാവിലെ കശുവണ്ടി ഫാക്ടറിയിൽ പോയി ജോലി ചെയ്തിട്ട് വൈകിട്ട് 5 മണിക്ക് ഫാക്ടറിയിൽ നിന്നും തിരികെ എത്തിയാൽ ഒരു ചുറ്റികയുമായി, ഈ പ്രദേശം മുഴുവൻ പാറ നിറഞ്ഞ പ്രദേശമായിരുന്നു, അവിടെ മെറ്റലടിക്കാൻ പോയിരുന്നൊരമ്മ. ആ അമ്മയ്ക്കൊപ്പം ചെറിയ പ്രായത്തിൽ ഉറച്ചു തുടങ്ങിയ പ്രായത്തിൽ ചുറ്റികയുമായി മെറ്റലടിക്കാൻ പോയി തുടങ്ങിയ റൂവൽ സിംഗ് ഹൈസ്കൂൾ വിദ്യാഭ്യാസവും കഴിഞ്ഞിട്ട് ഇവിടെ നിന്ന് വണ്ടി കയറി മറുനാടുകളിൽ പോയി ഒരുപാട് ജോലികൾ ചെയ്തു. അവിടെ നിന്നും സമ്പാദ്യമൊന്നുമില്ലാതെ തിരികെ നാട്ടിലേക്ക് എത്തി. ഇവിടെ എത്തിയിട്ട് ഓട്ടോ ഡ്രൈവറായി, ഫാം നടത്തി, മറ്റു വിവിധങ്ങളായ തൊഴിലുകൾ ചെയ്തു. ഒന്നിൽ നിന്നും
സാമ്പത്തികമായി മെച്ചമില്ലാതെ വന്നപ്പോഴാണ് അദ്ദേഹം കൺസ്ട്രക്ഷൻ ഫീൽഡിലേക്ക് തിരിഞ്ഞത്. ഇപ്പോൾ ഈ ജില്ലയിലെ ഏറ്റവും അറിയപ്പെടുന്ന കോൺട്രാക്ടർമാരിൽ ഒരാളാണ് റൂവൽ സിംഗ്. ഇപ്പോഴും ഈ നിമിഷവും 40-ലധികം സൈറ്റുകളിൽ അദ്ദേഹത്തിൻ്റെ നിർമ്മാണ ജോലികൾ നടന്നു വരികയാണ്. മാസത്തെ അവസാനത്തെ ഞായറാഴ്ച ക്യാമ്പ് തൊട്ടപ്പുറത്തെ ഒരു UP സ്കൂൾ വെച്ചാണ് ക്യാമ്പ് നടത്തുന്നത്. തലേ രാത്രി തന്നെ 12 മണി മുതൽ ആളുകൾ വന്ന് രജിസ്റ്റർ ചെയ്ത് ക്യൂ നിൽക്കുന്ന നിലയിലേക്ക് ആ ക്യാമ്പ് ഈ ജില്ലയിൽ നിന്ന് മാത്രമല്ല മറ്റു ജില്ലകളിൽ നിന്നും ആളുകൾ എത്തുകയാണ്. വലിയ വിജയമായി തിരുനെൽവേലി അരവിന്ദ് കണ്ണാശുപത്രിയുമായി ചേർന്ന് നടത്തുന്ന ക്യാമ്പിൽ പങ്കെടുക്കുന്നവർക്ക് ശസ്ത്രക്രിയ വേണ്ടി വരുമെങ്കിൽ തിരുനെൽവേലിയിൽ കൊണ്ടുപോയി ശസ്ത്രക്രിയ നടത്തി തിരികെ ഇവിടെ കൊണ്ടുവിടുന്നതുവരെയുള്ള മുഴുവൻ ചെലവുകളും റൂവൽ സിംഗ് ഏറ്റെടുത്ത് നടത്തി വരികയാണ്. ഒരു ആംബുലൻസ് സർവീസ് തുടങ്ങി സൗജന്യമായി തേരാപ്പാര ഇവിടെ ഓടുകയാണ്. അപകടം പറ്റിയാലോ ഡെഡ് ബോഡി കൊണ്ടുപോകാനായാലോ ആശുപത്രിയിൽ അല്ലാതെ കൊണ്ടുപോകാനോ ഒക്കെയായി ഈ ആംബുലൻസ് വിളിച്ചു കഴിഞ്ഞാൽ 1 രൂപ പോലും പെട്രോൾ അടിക്കാൻ പോലും വാങ്ങാറില്ല എന്നതാണ് ആ ആംബുലൻസ് സർവീസിൻ്റെ മഹത്വം. ക്യാൻസർ രോഗികളെ ചികിത്സിക്കാനായി ഒരു പ്രത്യേക പദ്ധതികൾ നടപ്പാക്കി 10 രൂപ നൽകൂ ജീവൻ രക്ഷിക്കൂ എന്നും പറഞ്ഞ് വലത് സൈഡിൽ എഴുതി വെച്ചേക്കുന്നത് അത്തരമൊരു പദ്ധതി അദ്ദേഹം തുടങ്ങിയത് 2019 തുടങ്ങിയതപ്പോഴാണ്. അങ്ങനെ ഒട്ടനവധിയായ സഹായങ്ങൾ ഇവിടേക്ക് ലഭിക്കുകയും തൻ്റെ സമ്പാദ്യത്തിൽ നിന്നും തുകയെടുത്ത് ക്യാൻസർ രോഗികളെ സഹായിക്കുകയും ചെയ്തു. പാരിപ്പള്ളി ഗവൺമെൻറ് മെഡിക്കൽ കോളേജിൽ ഒരു അലമാര സ്ഥാപിച്ചിട്ട് പുതിയ വസ്ത്രങ്ങൾ നിറച്ചു വെച്ചു. ആ വസ്ത്രങ്ങൾ അപകടം പറ്റി ഇവിടെ വരുന്നവർക്ക് പെട്ടെന്ന് രക്തം പുരണ്ട ആ വസ്ത്രം മാറ്റണമെങ്കിൽ ഈ അലമാര തുറന്നിട്ട് പുതിയ വസ്ത്രമെടുത്ത് ഉപയോഗിക്കാം. അത് വർഷങ്ങളായി തുടർന്നു വരികയാണ്. പുതിയ സംവിധാനത്തിലേക്ക് മാറിയേ പറ്റത്തുള്ളൂ, അല്ലെങ്കിൽ ഇത് അടച്ചുപൂട്ടേണ്ട സ്ഥിതി വരും എന്ന് തോന്നിയപ്പോഴാണ് തൊട്ടടുത്ത് ഒരു 400 മീറ്റർ അപ്പുറത്തായി 1.5 ഏക്കർ സ്ഥലം അദ്ദേഹം കടം വാങ്ങിയാലും വിലയ്ക്ക് വാങ്ങിയത്. ആ വിലയ്ക്ക് വാങ്ങിയപ്പോഴേക്കും ഈ പ്രദേശത്തുകാരായ അല്ലെങ്കിൽ ഈ സമുദ്രതീരത്തെപ്പറ്റി അറിയാവുന്ന 40 സുമനസ്സുകൾ 2 ലക്ഷം രൂപ വീതം ഞങ്ങൾ തരാം എന്ന് ഏറ്റ് ഓരോ മുറിയും ഞങ്ങൾ സ്പോൺസർ ചെയ്യാം എന്നും പറഞ്ഞാട്ടാണ് പുതിയ കെട്ടിടത്തിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടങ്ങിയത്. ഇപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നതുകൊണ്ട് 3.5 കോടിയോളം രൂപ ചിലവഴിച്ച് ഒരു മനോഹരമായ കെട്ടിടം പൂർത്തീകരണ ഘട്ടത്തിലാണ്. അത് 5 നിലയ്ക്കുള്ള കെട്ടിടമാണ് വിഭാവനം ചെയ്തതെങ്കിൽ 2 നിലയ്ക്കുള്ള കെട്ടിടം പൂർത്തിയായി. ഇനി അതിനകത്ത് ലിഫ്റ്റ് സംവിധാനം വരണം, പെയിൻറ്റിങ്, മറ്റ് ഫർണിച്ചറുകളുടെ സംവിധാനം കൂടി എത്തുമ്പോഴേക്കും ആ കെട്ടിടത്തിൽ നമുക്ക് അത്യാവശ്യം അച്ഛന്മാർക്കോ അമ്മമാർക്കോ താമസിക്കാനുള്ള സംവിധാനമാകും. 2 പേർക്കും കൂടി ഒന്നിച്ച് പറ്റുകയില്ല. പുതിയ കെട്ടിടം കൂടി ഇത് അവിടെ പ്രവർത്തനം ആരംഭിക്കുമ്പോഴേക്കും ഇവിടെ പകരം സംവിധാനം ഉണ്ടാക്കുകയോ അതിനോടൊപ്പം ചേർന്ന് നിൽക്കുന്ന മറ്റു വസ്തുവിൽ പുതിയ കെട്ടിടം ഉണ്ടാക്കുകയോ വേണ്ടിവരും എന്നതാണ് അതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. ആ അത്തരം സുമനസ്സുകൾ ഈ സ്ഥാപനത്തെ ചേർത്ത് നിർത്തുവാൻ ഒരുപാട് പേർ സഹായിക്കുന്നുണ്ട് എങ്കിൽ കൂടി സ്വന്തം കെട്ടിടങ്ങൾ വസ്തുവകകളും സ്വർണവും മൊത്തം പണയം വെക്കുകയോ വിൽക്കുകയോ ഒക്കെ ചെയ്തിട്ട് റൂവൽ സിംഗ് നടത്തുന്ന ഒരു വലിയ പുണ്യപ്രവർത്തനത്തിനൊപ്പം സഞ്ചരിക്കുവാൻ ഞാൻ അടക്കമുള്ളവർക്ക് ഭാഗ്യം ലഭിച്ചു എന്ന് മാത്രമാണ് എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത്. നമ്മുടെയൊക്കെ കുടുംബങ്ങളിൽ ബന്ധങ്ങൾക്കുള്ള വിള്ളലുകൾ പ്രകടമായി വരികയാണ്. അച്ഛനോടും അമ്മയോടും മക്കളോടുമൊക്കെ സ്നേഹം കുറഞ്ഞു വരുന്ന ഒരവസരത്തിൽ മക്കളെ ഭക്ഷണം വിളമ്പി വെച്ചു എന്ന് വാട്സപ്പിൽ മെസ്സേജ് അയക്കുന്ന അമ്മമാരുള്ള ഈ ചുറ്റുപാടിൽ മരിച്ചുപോയ അച്ഛൻ്റെയും അമ്മയുടെയും ഓർമ്മ ദിനം ഈ സമുദ്രതീരത്തിൽ വെച്ച് ആചരിക്കണമെന്ന ചിന്തയോടുകൂടി അതൊരു പുണ്യപ്രവൃത്തിയാക്കണമെന്ന ചിന്തയോടുകൂടി 2 സുമനസ്സുകൾ ഇവിടേക്ക് കടന്നു വരികയാണ് ഇന്നുണ്ടായത്. ശ്രീ ജെ സത്യനും ശ്രീമതി പ്രസന്ന ചന്ദ്രിക സത്യനും. കൊല്ലം പൗർണമിയിൽ താമസിക്കുന്ന ഇവർ കൊല്ലം RK ഗ്രൂപ്പിൻ്റെ പങ്കാളികളാണ്. അവർ നടത്തുന്ന വിവിധങ്ങളായ ബിസിനസ്സുകൾ എല്ലാം എനിക്ക് നേരിട്ട് പറയുവാൻ അറിയുകയില്ല. എന്നാൽ കൂടി നടത്തിയിട്ടുള്ള സേവന പ്രവർത്തനങ്ങളെപ്പറ്റി, ജീവകാരുണ്യ പ്രവർത്തനങ്ങളെപ്പറ്റി കുറച്ചെങ്കിലും കേട്ട് മനസ്സിലാക്കിയതുകൊണ്ട് തന്നെ ഈ പുണ്യ മനസ്സുകളുടെ സാന്നിധ്യം ഇന്നത്തെ യോഗത്തിന് ഏറ്റവും അനുഗ്രഹമാണ്. ഈ 2 വ്യക്തിത്വങ്ങളെയും ശ്രീ ജയ സത്യനെയും ശ്രീമതി പ്രസന്നചന്ദ്രിക സത്യനെയും സ്നേഹപൂർവ്വം സമുദ്രതീരത്തിനു വേണ്ടി നിങ്ങളുടെ എല്ലാവരുടെ അനുവാദത്തോടുകൂടി സ്വാഗതം ചെയ്തുകൊള്ളുന്നു. നമ്മൾ ചെയ്ത കർമ്മത്തിന്റെ ഫലമായിട്ടായിരിക്കാം ഒരുപക്ഷെ ഇവിടെ ഒരുമിച്ച് എത്തിച്ചേരാൻ കഴിഞ്ഞു തന്നെ, അല്ലേ? അപ്പൊ അതാണ് ദൈവത്തിന്റെ കയ്യൊപ്പം എന്ന് പറയാം. അപ്പൊ ദൈവമായിട്ട് നമ്മുടെ മുമ്പിൽ വന്നിരിക്കുന്ന ഒരു പക്ഷേ റൂവൽ സിംഗ് ആകാം, അല്ലെ ശ്രീകുമാർ ആകാം. അപ്പൊ ഈ പറയുന്നതൊക്കെ അല്ല ദൈവം നേരിട്ട് വന്ന് ഗുരുവായൂരപ്പൻ വന്ന് നിങ്ങൾ പ്രത്യക്ഷമായി എന്ന് പറയുന്നതിനേക്കാളും നമ്മളെ പല രൂപത്തിൽ ദൈവം ഇങ്ങനെ വന്ന് അവതരിക്കാറുണ്ട്. മാത്രമല്ല നമ്മുടെ ജീവിതം എന്ന് പറയുമ്പോൾ തന്നെ ചുരുങ്ങിയ കാലമല്ല ഉള്ളൂ, അല്ലേ? ശങ്കരാചാര്യ സ്വാമികളുടെ പ്രസിദ്ധമായ ഭജഗോവിന്ദം പറയുന്നുണ്ട്,
പുനരഭിജനനം പുനരഭിമരണം പുനരഭിജനനീ ജഠരേ ശയനം. നമ്മൾ വീണ്ടും വീണ്ടും ജനിക്കുന്നു, വീണ്ടും വീണ്ടും മരിക്കുന്നു, വീണ്ടും വീണ്ടും ഒരു അമ്മയുടെ ഉദരത്തിൽ നിന്ന് പിറവിയെടുക്കുന്നു എന്നാണ് പറയുക അല്ലേ. നമ്മൾ എവിടെ നിന്നൊക്കെ വന്നു അല്ലേ, എന്തൊക്കെ കാട്ടിക്കൂട്ടുന്നു. ശരിക്കും പറഞ്ഞാൽ ജീവിത നാടകത്തിൽ നമ്മൾ അഭിനയിക്കുകയാണ്. ഞാൻ നാടകത്തിൽ അഭിനയിക്കുന്നെങ്കിലും ജീവിത നാടകത്തിൽ നന്നായി അഭിനയിക്കുന്നവരാണ് നമ്മളെല്ലാവരും അല്ലേ. കാരണം നമ്മുടെ ജീവിതം ഇത്രയേ ഉള്ളൂ. 60 വയസ്സ് വരെ ജീവിക്കുക എന്ന് പറഞ്ഞാൽ 30 വർഷം വരെ ഉറങ്ങി അല്ലേ. പകുതി സമയം നമ്മൾ ഉറക്കമാണ്. ചില ആളുകൾ ഉണർന്നിരിക്കുമ്പോൾ ഉറങ്ങുന്നവരുടെ കാലം കൂടിയാണ്. ഈ പിന്നെ കിട്ടുന്ന 30 വർഷത്തിനിടയിൽ 15 കൊല്ലക്കാരൻ നമ്മൾ എന്ത് ചെയ്യുന്നു? കളിച്ചിരികളും ഒക്കെ ആയിട്ടങ്ങ് പോയി. ബാലകൗമാരങ്ങളൊക്കെ കടന്നുപോയി നമ്മൾ അറിഞ്ഞില്ല അല്ലേ. അന്നിങ്ങനെ നാട്ടുകാരുടെ മാങ്ങ പറിച്ചെറിയാനും അല്ലേ. നമ്മുടെ ബാല്യകാലമൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കും അല്ലേ. എത്ര മനോഹരം ഒരു കാലമായിരുന്നു. അതൊക്കെ ഓർക്കണമെങ്കിൽ നമ്മൾ ONV സാറിനെ ഓർക്കും അല്ലേ. ONV സാറിനെ ഓർമ്മ ദിനം കൂടിയായിരുന്നു കഴിഞ്ഞ ദിവസം. 9ാം ചരമവാർഷികം ആഘോഷിക്കുന്ന വേളയിലൊക്കെ നമ്മൾ ഓർത്തിട്ടുണ്ടാവും. ഒരു വട്ടം കൂടി എന്നോർമകൾ മേയുന്ന തിരുമുറ്റത്തെത്തുവാൻ മോഹം, തിരുമുറ്റത്തൊരു കോണിൽ നിൽക്കുന്നൊരാ നെല്ലിമരമൊന്നുലുത്തുവാൻ മോഹം, മരമൊന്നുലുത്തുവാൻ മോഹം. ഇതെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ അവസാനം പറഞ്ഞു, കവി പറയുന്ന പോലെ വെറുതെ മോഹങ്ങൾ എന്നറിയുമ്പോഴും വെറുതെ മോഹിക്കുവാൻ മോഹം. നമ്മുടെ മോഹങ്ങളൊക്കെ വ്യാമോഹങ്ങളായിട്ട് വരുന്നു. ഒരിക്കലും നമുക്ക് കുട്ടിയാകാൻ ഇനി കഴിയുമോ? ഒരിക്കലും നമ്മൾ ഇത് താഴേക്ക് പോകാൻ പറ്റുമോ? ഇല്ല. ജീവിതം ഒരു നദിയാണ്, അതിങ്ങനെ ഒഴുകിക്കൊണ്ടേയിരിക്കുകയാണല്ലേ. ഈ ഒഴുക്കിനെതിരെ കുറെ ഒഴുകി കഴിഞ്ഞപ്പോൾ നദി വിചാരിക്കുക, കുറെ കാലം കൊണ്ട് താഴോട്ട് ഒഴുകുക, ഇനി മേലോട്ട് കയറി ഒഴുകാം. ഒരിക്കലും നടക്കില്ല. നമ്മുടെ ജീവിതം അങ്ങനെയാണ്. അനസ്യൂതം ഒഴുകിക്കൊണ്ടിരിക്കുന്ന ഒരു നദിയാണ് നമ്മുടെ ജീവിതം അല്ലേ. അതിൽ അപൂർവം പൊട്ടിവിടുന്ന കുമിളകളാണ് സുഖവും സന്തോഷവും ഒക്കെ. ഞാൻ പറഞ്ഞു വന്നത്, ഈ 30 വർഷം കിട്ടുമ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത്? 15 കൊല്ലക്കാരൻ കളിച്ച് ഇരിച്ചൊക്കെ അങ്ങ് പോയി. ബാലകൗമാരങ്ങളൊക്കെ കഴിഞ്ഞു, പിന്നെ നമ്മൾ യുവതി യുവാക്കളായി. അപ്പൊ അതിനിടയിൽ എന്ത് സംഭവിക്കും? ഉപരിപഠനമായി, പിന്നെ ജോലിക്ക് വേണ്ടിയുള്ള തത്രപ്പാടായി. അതൊക്കെ കഴിയുമ്പോൾ എന്ത് സംഭവിക്കുമെന്ന് അറിയാമല്ലോ. നമ്മൾ പോലും അറിയാതെ ഒരു കാലവാശം നമ്മുടെ കഴുത്തെ കൊണ്ടിടുകയോ അല്ലെ തിരിച്ചുകൊണ്ട് തട്ടുകയോ ചെയ്യാറുണ്ട് അല്ലേ. കല്യാണമൊക്കെ കഴിക്കും, പിന്നെ പിള്ളേരായി, അവർക്ക് വേണ്ടി നമ്മൾ ജീവിക്കുന്നു അല്ലേ. ഇങ്ങനെ ജീവിച്ച അവരുടെ മക്കളെയും വളർത്തി അല്ലേ, കൊച്ചുമക്കളെയൊക്കെ വളർത്തി പെൺപിള്ളേരെ കെട്ടിച്ചു വിടുമ്പോൾ നമ്മൾ ഒരിക്കലും സമാധാനമായിരുന്നു അല്ലേ. അന്ന് തൊട്ട് കഷ്ടകാലം തുടങ്ങുകയാണ്. പിന്നെ കൊച്ചുമക്കളെ നോക്കണം അല്ലേ. ഇതെല്ലാം നോക്കി കഴിയുമ്പോൾ എന്ത് സംഭവിക്കുമെന്നറിയാമോ? കാലം ഇങ്ങനെ കറങ്ങിത്തിരിഞ്ഞു പോവുകയാണ്. നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി ജീവിച്ചു, പക്ഷേ നമ്മൾ എന്ത് നേടി? നമ്മുടെ ആത്മാവിനെ തൃപ്തിപ്പെടുത്താൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ടോ? ഒരിക്കലുമില്ല അല്ലേ. നമ്മൾ ഈ സുഖഭോഗങ്ങൾക്കുണ്ടാകാം. എഴുത്തച്ഛൻ തന്നെ പറയുന്നുണ്ട്, അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധമായ ഭാഗവത കീർത്തനത്തിൽ പറയുന്നുണ്ട്, ഏതും താനറിയാതെ പഴുതേ പോം പാതിയായുസ്സും നിദ്രയാ ജന്തൂനാം പാതിമറ്റേതും ഓരോ ദുരാഗ്രഹാൽ പാപികൾക്കഹു കൃഷ്ണരാമഹരേ. നമ്മൾ കേട്ടിട്ടുണ്ടാവും അല്ലേ. നമ്മളിങ്ങനെ പകുതി ഉറങ്ങിയും ഒക്കെ തീർത്ത് പോകുമ്പോൾ നമ്മൾ അവസാനം ഇതെല്ലാം കഴിഞ്ഞിട്ട് പോകാൻ നേരം നോക്കുമ്പോഴാണല്ലേ നമ്മൾ പോലും അറിയില്ല, കാലം കടന്നുപോയി നമ്മൾ അറിഞ്ഞില്ല. ജന്മജന്മാന്തരങ്ങളുടെ പുണ്യമാണ് മനുഷ്യജന്മം എന്നൊക്കെയാണ് പറയുക. അങ്ങനെ കിട്ടിയ ഒരു വരദാനമാണ് നമ്മുടെ മനുഷ്യ ജീവിതം. ഇതിനിടെ നമ്മൾ ഒരുപാട് കാര്യങ്ങളൊക്കെ അനുഭവിച്ചു. നമ്മൾ പ്രതീക്ഷിച്ചൊന്നുമല്ല ജീവിതത്തിൽ സംഭവിക്കുക. ഇതെല്ലാം നമ്മൾ അനുഭവിക്കാൻ ബാധ്യസ്ഥരായിരുന്നു. ഇതെല്ലാം നമ്മൾ അറിഞ്ഞുകൊണ്ട് നമ്മളെ തന്നെ അറിയുമ്പോഴാണ് നമ്മുടെ ആത്മാവിന് പുണ്യം ഉണ്ടാവുക. അവിടെയാണ് നമ്മൾ ആത്മാനന്ദം ഉണ്ടാവുക, ചിദാനന്ദം ഉണ്ടാവുക എന്ന് പറയുക. അപ്പം അതിന് വേറെ അത്ഭുതങ്ങളൊന്നും ചെയ്യേണ്ട. സഹജീവികളോടുള്ള കരുണ, അതാണ് ദൈവത്തിനോടുള്ള ഏറ്റവും വലിയ കടമ അല്ലേ. അല്ലാതെ നേരം വെളുത്ത് നമ്മൾ രാവിലെ അമ്പലത്തിൽ പോയിരുന്ന് മണി കെട്ടിയിരുന്ന് പ്രാർത്ഥിച്ചിട്ടോ അല്ലേ, പള്ളിയിൽ പോയിരുന്നിട്ടോ ഒരു ദിവസത്തിന് പോയിട്ടൊന്നും ഒരു കാര്യമില്ല. കാരണം ഈ കാണപ്പെട്ട ദൈവങ്ങളെന്ന് പറയുന്ന ഈ മനുഷ്യരാണ്. അതുകൊണ്ടാണ് നമ്മളൊക്കെ അറിയാവുന്ന പ്രിയപ്പെട്ടൊരു കവിയുണ്ട്. നിങ്ങൾക്കറിയാം കവി ആരാണെന്ന് ചോദിച്ചാൽ ചിലപ്പോൾ നിങ്ങൾ പറയാൻ ബുദ്ധിമുട്ടും. അദ്ദേഹത്തിൻ്റെ പാട്ടുകളൊക്കെ നമുക്കറിയാം. നമ്മളെ അമ്മ പാടിത്തന്ന പഴയ പാട്ടുകളൊക്കെ ആ പാട്ടിനകത്ത് വരുന്നതാണ്. കാക്കേ കാക്കേ കൂടെ വീടേ കൂട്ടിനകത്തൊരു കുഞ്ഞുണ്ടോ,
കുഞ്ഞിനു തീറ്റ കൊടുക്കാഞ്ഞാൽ കുഞ്ഞു കിടന്നു കരയൂലേ. ഈ പാട്ട് അറിയാമല്ലോ എല്ലാവർക്കും അല്ലേ? നമ്മൾ കേട്ടിട്ടില്ലേ? നമ്മുടെ മനസ്സിൽ ഇപ്പോഴും ആ പഴയ ഓർമ്മകളിലുള്ള പാട്ടുകൾ അതൊക്കെ അല്ലേ? ഈ പാട്ട് എഴുതിയൊരു വലിയ കവി ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ പേരായിരുന്നു ഉള്ളൂർ എസ് പരമേശ്വരയ്യർ. അദ്ദേഹം ചെയ്തൊരു വലിയ അപരാധം ചെയ്യുകയുണ്ടായി. കാരണം ക്ഷേത്രപ്രവേശന വിളംബരം എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടാവും. ഞാൻ കാടുകയറി പോവുകയല്ല, പെട്ടെന്ന് പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ വരികൾ ഇതായിരുന്നു. കാരണം പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ പട്ടിക്കും പൂച്ചയ്ക്കും ഒക്കെ വഴി നടക്കാവുന്ന വഴിയിൽ മനുഷ്യന് എന്തുകൊണ്ട് നടന്നുകൂടാ? അങ്ങനെ അവസാനം ക്ഷേത്രപ്രവേശന വിളംബരം നടപ്പിലാക്കാൻ തീരുമാനിക്കുന്നു. അതിൻ്റെ നക്കൽ എഴുതി തയ്യാറാക്കിയത് ഇദ്ദേഹമായിരുന്നു, ഉള്ളൂർ എസ് പരമേശ്വരയ്യരാണ്. അദ്ദേഹം ഒന്ന് അതിൻ്റെ ചീഫ് സെക്രട്ടറിയാണ്. അപ്പോൾ അദ്ദേഹം എഴുതി വെച്ചു, എല്ലാ ജീവികൾക്കും ഈ മൃഗങ്ങൾക്ക് നടക്കാവുന്ന വഴിയിൽ മനുഷ്യൻ എന്തുകൊണ്ട് നടന്നുകൂടാ? മനുഷ്യനെ ജാതിയുടെ പേരിൽ മാറ്റി നിർത്തുന്നു അല്ലേ? നമ്പൂതിരി വരുമ്പോൾ നായർ ഇത്ര അടി മാറി നിൽക്കണം, ഈഴവൻ ഇത്ര അടി മാറ്റി നിൽക്കണം, പൊലയൻ ഇത്ര അടി മാറി നിൽക്കണം. ഇതൊക്കെ എന്താണ് പറയുക? അനാചാരമാണ്. ഇതിനെതിരെ മാറ്റമുണ്ടായെങ്കിലേ മതിയാവുകയുള്ളൂ. ദൈവസങ്കല്പം വളരെ എന്താണ് താത്വികമായ അർത്ഥാധിഷ്ഠിതമാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അദ്ദേഹം എഴുതി വെക്കുകയുണ്ടായി. അതിൻ്റെ പേരിൽ എന്ത് ചെയ്യുന്നറിയാമോ? ബ്രാഹ്മണ സമൂഹം അദ്ദേഹത്തെ ഭ്രഷ്ട് കൽപ്പിക്കുകയുണ്ടായി. കവികൾ അദ്ദേഹത്തെ മാറ്റി നിർത്തി. അങ്ങനെ വേദനയോടുകൂടി അദ്ദേഹം എഴുതിയ വരികളും പ്രസിദ്ധമാണ്. അതാണ് നമ്മുടെ മതേതരം. അദ്ദേഹം എഴുതി വെച്ച വരികൾ അന്നും ഇന്നും പ്രസക്തമാണ്. അദ്ദേഹം പറഞ്ഞത്, ഒരൊറ്റ മതമുണ്ടുലകിന്നുയിര പ്രേമമതൊന്നല്ലോ. റുവൽ സിംഗിൻ്റെയും സമുദ്രതീരത്തിൻ്റെയും ഇന്നലകളെക്കുറിച്ചും ഇന്നിനെക്കുറിച്ചും നാളകളെക്കുറിച്ചും ഇവിടെ ചെറിയ വാക്കുകളിലാണെങ്കിലും സമഗ്രമായി പ്രതിപാദിച്ചതിൽ നിന്ന് റുവൽ സിംഗ് എന്താണെന്നും സമുദ്രതീരം എന്താണെന്നും വളരെ തെളിമയുള്ള ഒരു ചിത്രം ഞാനടക്കമുള്ള എല്ലാവരിലേക്കും വരച്ചിട്ടു എന്നതാണ്. ആദ്യമായി ഇതിനെ അറിയുന്ന എല്ലാവരിലേക്കും വരച്ചിട്ടു എന്നതാണ് യാഥാർത്ഥ്യം. ശ്രീകുമാർ പറഞ്ഞതിനപ്പുറം മറ്റൊന്നും പറയേണ്ടതില്ല. അദ്ദേഹത്തിൻ്റെ ബാല്യകാലം ചിലവഴിച്ച പാറയിൽ വീടാണ് ഇത്. അദ്ദേഹത്തിൻ്റെ ബാല്യകാലത്ത് അതൊരു ഓലമേഞ്ഞ വീടായിരുന്നു. അതിനുശേഷം പഞ്ചായത്തിൻ്റെ സഹായത്തോടു കൂടി ഒരു വീട്ടിലേക്ക് മാറി. പിന്നീട് അവിടെ നിന്ന് ഏതാണ്ട് 80 ലക്ഷം രൂപ ചെലവഴിച്ച് ഇന്ന് ഈ അച്ഛനമ്മമാരെ പാർപ്പിക്കാൻ കഴിയുന്ന വിധത്തിലേക്ക് ഒരു സ്നേഹതീരമാക്കി മാറ്റിയെടുത്തതിൽ അദ്ദേഹത്തിൻ്റെ തികഞ്ഞ ആത്മസമർപ്പണമുണ്ട്, തികഞ്ഞ ഉൾക്കാഴ്ചയുണ്ട്, അതുപോലെ തന്നെ തികഞ്ഞ പൊതുബോധവും മനുഷ്യത്വവുമുണ്ട്. നമുക്കറിയാം, നമ്മളെല്ലാവരും ജീവിതമാകുന്ന മഹാസമുദ്രത്തിൻ്റെ ചുഴിയിലും തിരയിലും പെട്ട് ചില അവസരങ്ങളിലെങ്കിലും നിസ്സഹായരായി പോകാറുണ്ട്. അങ്ങനെ നിസ്സഹായതയിൽ അകപ്പെട്ടു പോകുന്ന അച്ഛനമ്മമാർക്ക്, സഹോദരങ്ങൾക്ക് ഒരു കെടാവിളക്കായി, ഒരു കൈവിളക്കായി അദ്ദേഹം നമ്മുടെ മുന്നിൽ നിൽക്കുകയാണ്. ആ ദീപം കാലങ്ങളോളം ഏറ്റവും ഉന്നതമായ ശോഭയിൽ ജ്വലിച്ചു നിൽക്കുന്നതിന് ഈ നാട്ടിലെ സുമനസ്സുകളുടെ എല്ലാവരുടെയും സ്നേഹത്തിൻ്റെ പങ്ക് ഈ സമുദ്രതീരത്തിലേക്ക് എത്തട്ടെ എന്ന് മാത്രമാണ് ഈ അവസരത്തിൽ എനിക്ക് പറയുവാൻ കഴിയുന്നത്. ഞാനിവിടെ ശ്രീകുമാർ എന്നെ കവിയും മാധ്യമപ്രവർത്തകനുമായി പരിചയപ്പെടുത്തിയപ്പോൾ റുവൽ സിംഗ് ചോദിച്ചു, കവിത ചൊല്ലുമോ എന്ന്. സത്യത്തിൽ ഈ KPSC ലീലാകൃഷ്ണൻ ഇവിടെ നാടകഗാനങ്ങളും കവിതാശകലങ്ങളുമൊക്കെ അവതരിപ്പിച്ചപ്പോൾ അത് നല്ല മധുരമുള്ള ശബ്ദത്തിൽ, നല്ല താളബോധത്തിൽ, മനോഹരമായിട്ടാണ്, നമ്മെ സുഖിപ്പിക്കുന്ന വിധമാണ് അവതരിപ്പിച്ചത്. പക്ഷെ ഞാൻ കവിത ചൊല്ലിയാൽ ഇവനാണോ കവി എന്ന് നിങ്ങൾക്ക് ചിലപ്പോൾ തോന്നും, അല്ലെങ്കിൽ സഹൃദയർക്ക് തോന്നുമുള്ളത് കൊണ്ട് അത്തരമൊരു സാഹസത്തിന് ഞാൻ വലിയ തോതിൽ മുതിരാറില്ല. നനവ് തുടച്ച്, നാണം മറച്ച്,
പൂമുഖപ്പടിയിൽ എടുത്തിരുത്തുമ്പോൾ ആ കണ്ണുകളിൽ ഒരു വാത്സല്യ നിലാവ് വിരിയും. ഒരാകാശത്തും വിരിയാത്ത തിങ്കൾക്കല, ഒരാകാശത്തും വിരിയാത്ത തിങ്കൾക്കല, എൻ്റെ കുട്ടിക്കാലത്തെ വാരിയെടുത്ത സ്നേഹനിലാവ്, എൻ്റെ കുട്ടിക്കാലത്തെ വാരിയെടുത്ത സ്നേഹനിലാവ്, എൻ്റെ തിങ്കൾക്കല. എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്നേഹാന്വേഷണങ്ങൾ അറിയിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം.